ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് ഇന്ന് 5772 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6719 പേർ രോഗമുക്തി നേടി. 25 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,210 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.59% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എറണാകുളത്ത് 797 മലപ്പുറത്ത് 764 കോഴിക്കോട് 710 രോഗബാധിതരാണ് ഇന്നുള്ളത്. തൃശൂർ, പാലക്കാട്, കൊല്ലം, കോട്ടയം ജില്ലകളിൽ 400-ന് മുകളിലും തിരുവനന്തപുരത്ത് 399 രോഗബാധിതർ ഉണ്ട്. 66,856 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 4,88,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 2,022 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. രോഗം സ്ഥിരീകരിച്ച 797 പേരിൽ 609 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 9,382 ആയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. 797 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 609 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. 11 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 173 പേരുടെ ഉറവിടം കണ്ടെത്താനാവാത്തത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും കിഴക്കൻ മേഖലകളിലും തീരമേഖലകളിലുമാണ് രോഗവ്യാപനം കൂടുതലായിട്ടുള്ളത്. 658 പേർ രോഗമുക്തി നേടിയത് ആശ്വാസകരമായി. ഇപ്പോൾ 9,382 പേരാണ് കോവിഡ് സ്ഥിരീകരിച്ച ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. മലപ്പുറം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 764 പേരിൽ 733 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 7,223 ആയി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 710 പേരിൽ 671 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 7,696 ആയി. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 46,232 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 90 ലക്ഷം കവിഞ്ഞു. 49,715 പേർ കൂടി രോഗമുക്തി നേടിയതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 84 ലക്ഷം പിന്നിട്ടു. 1,32,000-ലേറെ പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,80,00,000 കവിഞ്ഞു. 13,80,000-ത്തിലധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 4 കോടിയിലധികം പേർ രോഗമുക്തി നേടി. ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ഇന്നലെ മാത്രം 2 ലക്ഷം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. UDF ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആമിന നജ്മ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. പത്രികകൾ പിൻവലിക്കാൻ മറ്റന്നാൾ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം UDF ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പത്രിക പുറത്തിറക്കിയത്. കോവിഡ് വാക്സിൻ അതിവേഗം ജനങ്ങളിലെത്തിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ വെട്ടിക്കുറച്ച ഫണ്ട് തിരിച്ചു നൽകുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത മാസം 8, 10, 14 തീയതികളിൽ 3 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 16-നാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള നോട്ടീസ് ആധികാരികത ഉറപ്പാക്കിയതിനു ശേഷമേ വരണാധികാരികൾ സ്വീകരിക്കാവൂവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. സ്ഥാനാർത്ഥി, നിർദ്ദേശകൻ, തെരഞ്ഞെടുപ്പ് ഏജന്റ് എന്നിവർക്കാണ് പത്രിക പിൻവലിക്കാനുള്ള നോട്ടീസ് നൽകാൻ സാധിക്കുക. നിർദ്ദേശകൻ, തെരഞ്ഞെടുപ്പ് ഏജന്റ് എന്നിവരാണ് നോട്ടീസ് നൽകുന്നതെങ്കിൽ സ്ഥാനാർത്ഥിയുടെ രേഖാമൂലമുള്ള അനുമതി ഹാജരാക്കേണ്ടതാണ്. അപേക്ഷ നൽകുന്നവരുടെ ആധികാരികത, തിരിച്ചറിയൽ രേഖയുൾപ്പെടെയുള്ളവ പരിശോധിച്ച് വരണാധികാരി ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിക്ക് 2 ഇല ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. ഇതുപ്രകാരം ജോസ് കെ മാണി വിഭാഗം പാർട്ടി ഭാരവാഹികൾ ശുപാർശ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് 2 ഇല ചിഹ്നം അനുവദിക്കും. ജോസ് കെ മാണി വിഭാഗത്തിന് മുൻപ് അനുവദിച്ച ടേബിൾ ഫാൻ ചിഹ്നം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അനുവദിക്കാവുന്നതാണെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. കൊല്ലത്ത് ഹൃദയാഘാതം മൂലം സ്ഥാനാർത്ഥി മരിച്ചു. പന്മന പഞ്ചായത്ത് 5-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി വിശ്വനാഥനാണ് മരിച്ചത്.
സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റേതായി പ്രചരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘത്തിനായിരിക്കും അന്വേഷണ ചുമതല. ശബ്ദരേഖ പ്രചരിച്ച സംഭവം അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയിൽ മേധാവിയോട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. നിതി ആയോഗ് പ്രസിദ്ധീകരിച്ച മനുഷ്യവിഭവശേഷി വിഭാഗത്തിലെ മികച്ച മാതൃകകളുടെ പട്ടികയിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ഇടം പിടിച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തൽ, വിവരസാങ്കേതിക വിദ്യാ ഉപയോഗം, പരിശീലനം തുടങ്ങിയ മേഖലകളിൽ കൈറ്റിന്റെ ഇടപെടൽ രാജ്യത്തും പുറത്തും മാതൃകയാണെന്ന് നിതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ 6 ആശുപത്രികൾക്ക് കൂടി ഗുണനിലവാരത്തിനുള്ള നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. മാട്ടൂൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം, ചാത്തന്നൂർ, പനങ്ങാട്, വാഴൂർ, മുണ്ടേരി, വഴിക്കടവ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയാണ് NQAS ബഹുമതി നേടിയത്. 15ാമത് G20 ഉച്ചകോടിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സൌദി അറേബ്യയുടെ അധ്യക്ഷതയിലാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 21ാം നൂറ്റാണ്ടിലെ അവസരങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഈ വർഷം 2ാം തവണയാണ് G20 നേതാക്കൾ യോഗം ചേരുന്നത്. പോലീസ് ആക്ട് ഭേദഗതിക്ക് ഗവർണറുടെ അംഗീകാരം. സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ഭേദഗതി. സൈബർ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ വിവരങ്ങൾ നൽകുന്നതിന് 5 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ഭേദഗതിയിലൂടെ വ്യവസ്ഥ ചെയ്യുന്നു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് വർധനയ്ക്ക് ഇടയാക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഫീസ് നിർണയ സമിതി നിശ്ചയിക്കുന്ന ഫീസാകണം ഈടാക്കേണ്ടതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്നും സംസ്ഥാനം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിയമോപദേശത്തിനായി സംസ്ഥാന സർക്കാർ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായ ഫാലി എസ് നരിമാനെ സമീപിക്കുമെന്ന് സൂചന. കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ സർക്കാരിനോട് ചർച്ച ചെയ്യാതെ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതും വായ്പാ അനുമതിക്ക് എതിരായ പരാമർശവും നിയമപരമായി നേരിടാനാണ് സർക്കാർ നീക്കം. ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. രമേശ് ചെന്നിത്തലയ്ക്കും കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. VS ശിവകുമാർ, K ബാബു എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തും. ബാർ കോഴക്കേസിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആരും കോഴ തന്നിട്ടില്ലെന്നും ആരും കോഴ വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നിയമപരമായി നിലനിൽക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ബാർ കോഴക്കേസ് വീണ്ടും സർക്കാർ കുത്തിപ്പൊക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 5 വർഷം സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്ന വിഷയമാണ് ഇതെന്നും നിയമപരമായ നിലനിൽപ്പിന്റെ നേരിയ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ കേസ് എടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കത്തിനെതിരെ ഈ മാസം 25-ന് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിന് പകരം അന്വേഷണ ഏജൻസികൾ K-ഫോൺ, ഇ-മൊബിലിറ്റി, ലൈഫ് മിഷൻ തുടങ്ങിയ പദ്ധതികൾ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചാണ് പ്രതിഷേധം. പാലത്തായി പീഡനക്കേസിൽ IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ മാറ്റി പുതിയ സംഘത്തെ നിയോഗിച്ചു. തളിപ്പറമ്പ് ഡിവൈഎസ്പി രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചത്. ADGP ജയരാജനാകും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയെ തുടർന്ന് പുതിയ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ബെവ്കോ വഴി ടോക്കൺ ഒഴിവാക്കി മദ്യവിൽപ്പന നടത്താൻ സർക്കാർ ഉത്തരവ് നൽകിയിട്ടില്ലെന്ന് ബിവറേജസ് കോർപ്പറേഷൻ MD അറിയിച്ചു. ബെവ്ക്യൂ ആപ്പ് തകരാറിലായതിനാൽ ടോക്കൺ ഒഴിവാക്കി മദ്യവിൽപ്പന നടത്താൻ സർക്കാർ ഉത്തരവ് നൽകിയെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. ISL ഫുട്ബോൾ 7ാം സീസണിലെ 2ാം ദിനമായ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റിയെ നേരിടുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളുകൾ നേടാനായില്ല. 2ാം പകുതിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 1 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.